ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവസാനത്തെ എൻ ക്രെഡിറ്റില് ചാപ്റ്റന്മാര് വരും. ഇതാ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ലോക ചാപ്റ്റർ 2 പ്രൊമോ വീഡിയോ കണ്ടിരുന്നു. വാവ്, ഒരു സാധനം. ടോമിനോയും ദുൽഖർ സൽമാൻ. നമ്മൾ ഈ LCU യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന കുറേ സാധനം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ കാര്യം അധോഗതിയും അവതാരത്തിലുമാണുള്ളത്. അണ്ണൈ, ലോകേഷ് അണ്ണൈ, ഇതാണ് അണ്ണ സിനിമാറ്റിക് യൂണിവേഴ്സ്. ഇത് കണ്ടു പഠിക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ലോക ടീം അതിന്റെ 5 ഭാഗങ്ങളെങ്ങാണ്ട് ഇപ്പൊ ഓൾറെഡി തന്നെ അവരതിന്റെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി തിരക്കഥയും അങ്ങനെ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നാ പറയുന്നത്. എന്തായാലും ശരി, ഡൊമിനിക് കരുൺ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ലോക വിസ്മയം വൻ സംഭവമായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഈ വരാൻ പോകുന്ന 2 ഭാഗങ്ങളുടെ ഏകദേശം ഒരു സംഭവങ്ങളൊക്കെ ആ ഒരു പ്രൊമോയിൽ തന്നെ കാണാനുണ്ട്. ചാത്തന്മാരുടെ ആ ഒരു സംഭവങ്ങളും പിന്നെ ഒടിയനായിട്ട് ദുൽഖർ സൽമാന്റെ വരാൻ പോകുന്ന ഭാഗങ്ങളെ കുറിച്ചും ഒക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഈ സെക്കൻഡ് പാർട്ടിന്റെ ഈ പ്രൊമോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ലോക ടീമും ഡൊമിനിക് കരുണും ഒരുക്കി വെക്കുന്ന ഈ ലോക വിസ്മയം ഓരോ ഭാഗങ്ങളും കാണാനായിട്ട് ഞാൻ കട്ട വെയിറ്റിംഗിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സമയമെടുത്ത് അടുത്ത വർഷമായിരിക്കാം മിക്കവാറും ഇത് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിവർക്കുകളൊക്കെ ചെയ്ത് ഇത് ഐമാക്സിൽ കാണാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നല്ല ഒരു ക്വാളിറ്റിയോടുകൂടി ഐമാക്സിൽ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഐമാക്സിൽ വരേണ്ടിയിരുന്ന സിനിമ ലോകയായിരുന്നു. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ എന്നെപ്പോലെയുള്ള പ്രേക്ഷകന്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ് ഇനി വരാൻ പോകുന്ന പാർട്ടുകൾ എങ്കിലും ഐമാക്സിൽ കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. അത് നല്ലൊരു ക്വാളിറ്റിയോടെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഫയർ ഫിലിംസും അതുമായിട്ട് ബന്ധപ്പെട്ടവരും ഒന്ന് ശ്രമിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒട്ടും പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാണ്ടാണ്. ബൈ ചാൻസിൽ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ അതിന്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തതാണ്. ഈ ടൗണിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. മൈക്രോഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോണിൽ ഡയറക്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരുപാട് നോയ്സ് സൗണ്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അത് സാധാരണ നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.